ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഫെബ്രുവരി 17 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 2024 ജനുവരി 12-ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ കടൽ പാലം. ഉത്തരം അടൽ സേതു. മഹാരാഷ്ട്രയിലെ താനെ ഉൾക്കടലിനു കുറുകെ മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച പാലത്തിന്റെ നീളം 21.8 കിലോമീറ്റർ ആണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ 12ാമത്തെ പാലം കൂടിയാണിത്. 16.5 കിലോമീറ്റർ കടലിലും 5.8 കിലോമീറ്റർ കരയിലുമാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. നിർമ്മാണ ചെലവ് 17,840 കോടി രൂപ. പാലം തുറക്കപ്പെട്ടതോടെ നവി മുംബൈയിൽ നിന്ന് മുംബൈയിൽ എത്താനുള്ള സമയം 1.5 മണിക്കൂറിൽ നിന്ന് 20 മിനിറ്റായി ചുരുങ്ങി. മുംബൈയിലെ ഷിവ്ഡിയിൽ നിന്ന് തുടങ്ങി നവി മുംബൈയിലെ നവസേവയിലാണ് പാലം അവസാനിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് മഹാരാഷ്ട്ര സർക്കാർ പാലത്തിന് അടൽ സേതു എന്ന് പേര് നൽകിയത്. തൈവാനിലെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ലായ് ചിങ്തെ. ചൈനയ്ക്ക് അപ്രിയനായ ലായ് 41% വോട്ട് നേടിയാണ് മുന്നിലെത്തിയത്. വർഷങ്ങളായി ചൈന അവകാശം ഉന്നയിക്കുന്ന സ്വയംഭരണ പ്രദേശമാണ് തൈവാൻ. ചൈനയുടെ അവകാശവാദം അംഗീകരിക്കാത്ത ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് വില്യം എന്നും കൂടി അറിയപ്പെടുന്ന ലായ് മത്സരിച്ച് ജയിച്ചത്. 8 വർഷമായി തൈവാനിലെ ഭരണകക്ഷിയാണ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം. ഉത്തരം കൃത്രിം. ഓലയുടെ സ്ഥാപകൻ ഭവീഷ് അഗ്രവാളാണ് ഇതിന്റെയും സ്ഥാപകൻ. വടക്കൻ അറബിക്കടലിൽ ചരക്കുകപ്പൽ റാഞ്ചാനുള്ള കടൽ കൊള്ളക്കാരുടെ ശ്രമം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗം. ഉത്തരം മാർക്കോസ്. മെറൈൻ കമാൻഡോസ് എന്നാണ് പൂർണ്ണനാമം. 1987-ലാണ് ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോ വിഭാഗമായ മെറൈൻ കമാൻഡോ ഫോഴ്സ് നിലവിൽ വന്നത്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി. ഉത്തരം ഗബ്രിയേൽ അത്താൽ. ആധുനിക ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി 34-കാരൻ അത്താലിയെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് നാമനിർദ്ദേശം ചെയ്തത്. കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രധാനമന്ത്രി എലിസബത്ത് ബോൺ രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം. സ്വവർഗാനുരാഗിയായ ആദ്യ ഫ്രഞ്ച് പ്രധാനമന്ത്രി കൂടിയാണ്. സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നൽകുന്ന സ്വാതി പുരസ്കാരം നേടിയത്. ഉത്തരം PR കുമാര കേരളവർമ്മ. കർണാടക സംഗീതത്തിന്റെ വിവിധ മേഖലകളിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 2 ലക്ഷം രൂപയും സർട്ടിഫിക്കറ്റും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023-ലെ ഓടക്കുഴൽ അവാർഡ് നേടിയത്. ഉത്തരം PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ്. ദേശീയ യുവജന ദിനം എന്നാണ്? ഉത്തരം ജനുവരി 12. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ കരസേനാ ദിനം എന്നാണ്? ഉത്തരം ജനുവരി 15. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫായ KM കരിയപ്പ ചുമതലയേറ്റ ദിവസത്തെ അനുസ്മരിച്ചാണ് കരസേനാ ദിനാചരണം നടന്നുവരുന്നത്. 1949 ജനുവരി 15-നാണ് കരിയപ്പ ബ്രിട്ടീഷുകാരനായ FR റോയ് ബുച്ചറിൽ നിന്ന് പദവി ഏറ്റെടുത്തത്. രാജ്യത്തിനു വേണ്ടി ഇന്ത്യൻ കരസേന അനുഷ്ഠിച്ച ത്യാഗങ്ങളെയും സേവനങ്ങളെയും പറ്റി വരും തലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതും ദിനാചരണത്തിന്റെ ലക്ഷ്യമാണ്. 2024-ലെ 76ാമത് കരസേനാ ദിനാചരണം ലക്നൌവിലാണ് നടന്നത്. ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച 2 പേരിൽ
രണ്ടാമനാണ് കർണാടകയിൽ നിന്നുള്ള കരിയപ്പ. സാം മെനഷ്കയാണ് ആദ്യത്തെ ആൾ. രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ദുബായ്. 2024 ജനുവരി 13 മുതൽ 15 വരെ വേൾഡ് ട്രേഡ് സെന്ററിലാണ് സമ്മേളനം നടന്നത്. 2024 ജനുവരി 13 അന്തരിച്ച പ്രഭ അത്രേ ഏത് മേഖലയിൽ പ്രസിദ്ധയായ വനിതയാണ്? ഉത്തരം ഹിന്ദുസ്ഥാനി സംഗീതം. പാശ്ചാത്യ ലോകത്ത് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. എൻലൈറ്റിംഗ് ദ ലിസണർ ഉൾപ്പെടെയുള്ള കൃതികൾ രചിച്ചു. എലോങ് ദി പാത്ത് ഓഫ് മ്യൂസിക് ആത്മകഥാംശമുള്ള കൃതിയാണ്. ഏത് വനിതാ രാഷ്ട്രീയ പ്രവർത്തകയുടെ ആത്മകഥയാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത? ഉത്തരം വൃന്ദ കാരാട്ട്. കൊല്ലത്ത് നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത്? ഉത്തരം കണ്ണൂർ. 952 പോയിന്റ് നേടിയാണ് കണ്ണൂർ സ്വർണ്ണ കപ്പ് സ്വന്തമാക്കിയത്. കോഴിക്കോട് ജില്ല 2ാം സ്ഥാനവും പാലക്കാട് 3ാം സ്ഥാനവും നേടി. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം? ഉത്തരം കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം. 1000-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ 16 കാൽ നമസ്കാര മണ്ഡപത്തിനാണ് പുരസ്കാരം. പരമ്പരാഗത വാസ്തുകലാ സംരക്ഷണത്തിന് കേരളത്തിന് ലഭിക്കുന്ന 3ാമത്തെ യുനെസ്കോ പുരസ്കാരമാണിത്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിന്റെ പുനരുദ്ധാരണത്തിനും പുരസ്കാരം ലഭിച്ചിരുന്നു. 2020 ക്രിക്കറ്റിൽ 1000 റൺസ് തികയ്ക്കുകയും 100 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്ത ഇന്ത്യൻ വനിതാ താരം? ഉത്തരം ദീപ്തി ശർമ്മ. ഏത് മലയാള മഹാകവിയുടെ വിയോഗത്തിനാണ് 2024 ജനുവരി 16 100 വർഷം തികഞ്ഞത്? ഉത്തരം കുമാരനാശാൻ. ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ പല്ലന്നയാറ്റിലാണ് 1924 ജനുവരി 16 പുലർച്ചെ റെഡീമർ ബോട്ട് അപകടത്തിൽ മഹാകവി 50ാം വയസ്സിൽ അന്തരിച്ചത്. 1873 ഏപ്രിൽ 12 തിരുവനന്തപുരം കായ്ക്കരയിലായിരുന്നു ജനനം. മഹാകവി എന്നതിനു പുറമെ സാമൂഹിക പ്രവർത്തകൻ, പ്രഭാഷകൻ, നിയമസഭാ സാമാജികൻ, പത്രാധിപർ തുടങ്ങിയ നിലകളിലും പ്രസിദ്ധി നേടിയിരുന്നു. ആശാൻ ഉൾപ്പെടെ 24 പേർക്കാണ് അന്നത്തെ ബോട്ട് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.